ഒട്ടും കയ്പില്ലാതെ ഒരു പാവയ്ക്ക തീയൽ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടാലോ? ഈ ഒരു കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറിന് ഇത് മാത്രം മതി കേട്ടോ. വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ ചിക്കൻ കറിയൊക്കെ കൂട്ടി കഴിക്കാൻ, അതുപോലെ എരിവുള്ള കറികൾ കൂട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു രീതി പാവയ്ക്ക തീയൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കയ്പും ഉണ്ടാവില്ല, കഴിക്കാനും വളരെ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടി ആദ്യം തന്നെ നമുക്ക് തേങ്ങ വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ഒരു 2 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു മുറി തേങ്ങ ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുന്ന കറിയുടെ അളവനുസരിച്ച് തേങ്ങയുടെ അളവ് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഒരു മുറി തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ 6 ചെറിയുള്ളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതേപോലെ ഒരു പട്ട കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളറാവുന്ന വരെ നമുക്കിത് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കുക, ഇത് ഉണ്ടാക്കാൻ വേണ്ടി വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. അതാകുമ്പോൾ ആണ് കറിക്ക് ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇതാ വറുത്തെടുത്ത് ഇതേപോലെ ഒരു ഗോൾഡൻ കളറാവുന്ന സമയത്ത് നമുക്കതിലേക്ക് 2 ചുവന്ന മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്കതിലേക്ക് വേണ്ട സ്പൈസസും കാര്യങ്ങളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു തീയലിന് കുറേ മസാലകളൊന്നും വേണ്ട കേട്ടോ. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മാത്രം മതി. അതിൽ ഞാൻ 1 സ്പൂൺ മുളക് പൊടിയും അതേപോലെ 1 സ്പൂണ് മല്ലിപ്പൊടിയും ഞാൻ ആദ്യം തന്നെ ഈ തേങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുത്തിട്ട് ആ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം നമുക്ക് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഒരു ഉരുളി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 12 കുഞ്ഞുള്ളിയും അതേപോലെ തന്നെ ഒരു 3 പച്ചമുളക്, 2 പട്ട കറിവേപ്പില, അതേപോലെ നമ്മൾ നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ച പാവയ്ക്ക അതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക. പാവയ്ക്ക നിങ്ങൾ അരിയുമ്പം തീയൽ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു രീതിയിൽ അരിയുന്നതായിരിക്കും കുറച്ചുകൂടി ടേസ്റ്റിന് കിട്ടുക കേട്ടോ. അപ്പോൾ അത് കനം കുറച്ചിട്ട് ഈ ഒരു രീതിയിൽ നീളത്തിൽ അരിഞ്ഞു കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അത് വഴറ്റിയെടുക്കണം കേട്ടോ. നല്ലപോലെ നമ്മുടെ പാവയ്ക്ക വഴന്ന് കിട്ടുക തന്നെ വേണം. അങ്ങനെ വഴറ്റിയെടുത്താൽ മാത്രമാണ് നമ്മളെ ആ പാവയ്ക്ക കറുക്കി ആ തീയലിന് ആ ഒരു കയ്പില്ലാതിരിക്കുള്ളൂ. അതേപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് വഴറ്റാൻ വേണ്ടി അവിടെ മാറ്റി വയ്ക്കുക. ആ നേരം കൊണ്ട് നമുക്ക് തണുത്തിട്ടുള്ള നമ്മുടെ തേങ്ങ ഒന്ന് അരച്ചെടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ അരയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. പക്ഷേ ചിലർക്ക് അങ്ങനെ അരച്ചെടുക്കാൻ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു 2 സ്പൂൺ അളവിൽ വെള്ളം ചേർത്തിട്ടോ അരച്ചെടുത്തിട്ട് നിറയെ വെള്ളം ഒഴിച്ച് അരയ്ക്കേണ്ട. ഒരു 2 സ്പൂൺ അളവിൽ വെള്ളം. അപ്പോഴേക്ക് പാവയ്ക്ക നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഇട്ട പാവയ്ക്കയുടെ പകുതി ആവണം എന്നിട്ടുണ്ടെങ്കിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. ആ ഒരു കട്ടിയൊക്കെ കുറഞ്ഞ് ഭയങ്കര സോഫ്റ്റായി കിട്ടണം. അപ്പോഴാണ് ആ പാവയ്ക്കയുടെ ആ കയ്പ്പ് നമുക്ക് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ നല്ലപോലെ ഇളക്കി മിക്സ് ഇതേപോലെ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിലിട്ടായിരുന്നു. വാളം പുളിയാണ്. ആ പുളി പിഴിഞ്ഞ വെള്ളം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. 1 ഗ്ലാസ് വെള്ളം കേട്ടോ. എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കതിലേക്ക് ഇനി വേണ്ടത് ഉപ്പാണ്. ഞാൻ 1 സ്പൂൺ അളവിൽ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ആ തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ആ പുളിവെള്ളമൊക്കെ കേട്ടോ. ഇനി ഞാൻ അതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഈ അരപ്പില്ലേ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് വെള്ളം എത്രയാണോ വേണ്ടത് നോക്കിയിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഈ തീയൽ എന്ന് പറയുന്നത് എപ്പോഴും ഒഴിച്ചു കറി ആയിരിക്കില്ല, ഒരു തൊട്ടുകറി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് മാത്രം വെള്ളം ചേർത്താൽ മതി. കുറേ വെള്ളം ചേർത്ത് നമ്മൾ വിചാരിച്ചാൽ ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അതാ ഇതേപോലെ കുറച്ച് വെള്ളം ചേർത്തിട്ട് വേണോ അധികം നോക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ 10 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ഈ ആ ഒരു പാവയ്ക്കയിലെല്ലാം ഈ ഒരു തേങ്ങയുടെ എല്ലാ മസാലയൊക്കെ പിടിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് നമ്മൾ തിളപ്പിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇതേപോലെ എണ്ണ തെളിഞ്ഞ് വരും. ഈ ഒരു സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ആക്കിയിട്ട് ഇതിലേക്ക് താളിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ താളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ, അതേപോലെ വറ്റൽമുളക്, കടുക് ഇതൊക്കെ പൊട്ടിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ മാത്രമാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ചില സാധനങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഓയിൽ ഒഴിക്കുന്നതും വെളിച്ചെണ്ണ ഒഴിക്കുന്നതും രണ്ടും രണ്ട് ടേസ്റ്റാണ്. അപ്പം വെളിച്ചെണ്ണ തന്നെ മാക്സിമം ഈ ഒരു കറി വയ്ക്കുമ്പോൾ ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്യാത്തവർ തീർച്ചയായും ഇതേപോലെ വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതേപോലെ വെക്കുന്ന സമയത്ത് നമുക്ക് പാവയ്ക്കയ്ക്ക് കയ്പേ ഉണ്ടാവത്തില്ല, ചെറിയൊരു കയ്പ് മാത്രമായിട്ട് ഉണ്ടാവുക. അത് നമുക്ക് ഈ ഒരു കറി ഈ ഒരു രീതിയിൽ വെച്ചതുകൊണ്ട് അറിയത്തേ ഇല്ല. ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. വേറൊരു കറിയുടെ ആവശ്യമില്ല. അപ്പോൾ ട്രൈ ഇത് നോക്കാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതിൻ്റെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ ചാനൽ കുറേ കുട്ടി വീഡിയോസ് ഉണ്ട്, അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടണേ. അപ്പം ടാറ്റാ.